ഇന്ന് ഞാൻ ആദ്യം തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക ചെയ്തത്. 2024 ഫസ്റ്റ് സ്റ്റേജിലെ ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. അത് ഞാനൊരു എക്സാം പോലെ തന്നെയാണ് വർക്കൗട്ട് ചെയ്തത്. OMR ബബിൾ ചെയ്തൊന്നുമില്ല, അതല്ലാണ്ട് ആൻസേഴ്സ് ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്തതേ ഉള്ളൂ. ഒത്തിരി പേര് കമൻറ്റിൽ PYQs എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് ചോദിക്കാറുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന വൊക്കാബുലറിയുടെ ടെലിഗ്രാം ചാനലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതാണ്. അതിൽ ഞാൻ ആൻസേഴ്സ് മാർക്ക് ചെയ്തിട്ടില്ലാത്തതാണ് പ്രിൻ്റ് ഔട്ട് എടുത്തത്. അതാകുമ്പോൾ നമ്മൾ എക്സാമായിട്ടൊക്കെ എഴുതുമ്പോൾ നമുക്ക് എളുപ്പമായ കാരണം നമുക്കറിയാം ഇപ്പോൾ എക്സാമിൻ്റെ 3 ഷിഫ്റ്റിൻ്റെയും ഡേറ്റ് വന്നിട്ടുണ്ട്. മെയ് 2-ാം തീയതിയും മെയ് 16-ാം തീയതിയും ജൂൺ 6-ാം തീയതിയായിട്ട് 3 ഷിഫ്റ്റായിട്ടാണ് ഇത്തവണ ഡിഗ്രി ലെവൽ പ്രിലിംസ് നടക്കുന്നത്. അപ്പം നമുക്കിനി ടൈം വളരെ കുറവാണ്. നമുക്കപ്പം ഫസ്റ്റ് ഷിഫ്റ്റിൽ തന്നെ എക്സാം ഉണ്ടെന്നുള്ള രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്താലേ തീരത്തുള്ളൂ. കാരണം നമുക്കറിയില്ല ഇപ്പോൾ നിലവിൽ നമുക്ക് ഏത് ഷിഫ്റ്റിലായിരിക്കും എക്സാം നടക്കുക എന്നുള്ളത്. PYQs എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്നൊക്കെ എന്നോട് കുറച്ച് പേര് കമൻറ്റിൽ ചോദിച്ചായിരുന്നു. അതുപോലെ തന്നെ ഇപ്പം ഒരു ബിഗിനർ ആണെങ്കിൽ എവിടെ നിന്ന് തുടങ്ങണം അങ്ങനെയൊക്കെ കുറച്ച് പേര് ചോദിച്ചിരുന്നു. എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പം നമുക്ക് വളരെ ടൈം കുറവായതുകൊണ്ട് ഇതുവരെയും പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിലും അങ്ങനെയുള്ള രീതികളിൽ ഏറ്റവും നല്ലത് നമ്മൾ PYQs നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. കാരണം ഇനിയുള്ള സമയത്ത് അനാവശ്യമായിട്ട് ഒത്തിരി പഠിക്കാതെ ആവശ്യമുള്ളത് കൃത്യമായിട്ട് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. കാരണം നമുക്ക് ടൈമും കുറവാണ്. ഡിഗ്രി ലെവൽ എക്സാംസിനാണെങ്കിൽ സിലബസ് വളരെ വാസ്റ്റാണ് താനും. ഇപ്പം ഞാനെന്താ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 50 GK ക്വസ്റ്റ്യൻസിൽ ഞാൻ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസേഴ്സ് എല്ലാം മാർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കുറേ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നമ്മൾ അറ്റൻഡ് ചെയ്യാതെ കാണുമല്ലോ. അപ്പം നമുക്ക് ആ ടോപ്പിക്ക് നമുക്ക് ഇനിയും പഠിക്കാനുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻസിൽ തന്നെ ഞാൻ ആദ്യം പഠിക്കുക ഞാൻ ഏതൊക്കെയാണോ തെറ്റിച്ചിട്ടുണ്ടാവുക. ഇപ്പം ചില ഏരിയാസ് നമ്മൾ പഠിച്ചെങ്കിലും നമുക്ക് എക്സാമിന് എഴുതുമ്പോഴത്തേക്കും നമുക്ക് തെറ്റിപ്പോവും. പിന്നെ അതുപോലെ ചിലത് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യത്തില്ല. ഇങ്ങനെയുള്ളതൊക്കെ ആദ്യം പഠിച്ചിട്ട് പിന്നെ നമ്മൾ ഓൾറെഡി നമുക്കിപ്പോൾ എക്സാമിന് ശരിയായി എന്ന് വിചാരിച്ച് അതിൻ്റെ എല്ലാ ഓപ്ഷൻസോ അല്ലെങ്കിൽ ആ ടോപ്പിക്ക് നമുക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റിയൊക്കെ വേണ്ടതായിരിക്കും. അപ്പോൾ അത് നമുക്ക് പഠിക്കുവാണെങ്കിൽ ഒരു റിവിഷൻ പോലെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ന് ഞാൻ ചെയ്ത ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കുറച്ച് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് തന്നിട്ട് അതിൻ്റെ ഇയർ ഓഫ് ഫോർമേഷൻ ആയിരുന്നു. അപ്പോൾ അത് ഞാൻ അത്ര ഡെപ്തിൽ പഠിക്കാൻ പോയില്ല. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി ആയിരുന്നു. അത് ഞാൻ റാങ്ക് ഫയലിൽ നിന്നാണ് പഠിച്ചത്. പിന്നെ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയെ കുറിച്ചിട്ടായിരുന്നു. അപ്പം ഇൻഡിപെൻഡൻറ്റ് മൂവ്മെൻറ്റ് ആൻഡ് മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞിട്ട് നമുക്ക് സിലബസിൽ എടുത്ത് തന്നിട്ടുണ്ട്. ആ ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും തന്നെ എല്ലാ വർഷവും തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പം അത് അത്യാവശ്യം നല്ല ലെങ്തി ടോപ്പിക്കാണ്. അപ്പോൾ റാങ്ക് ഫയലാണെങ്കിലും ഏത് സോഴ്സ് നമ്മൾ യൂസ് ചെയ്താലും ടൈം എടുത്ത് അത് നല്ലപോലെ പഠിക്കുന്നത് നല്ലതായിരിക്കും. അത് കഴിഞ്ഞിട്ട് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് മുഗൾ അവിടെ നിന്നായിരുന്നു. ലൈക്ക് മിഡീവൽ ഇന്ത്യ ആയിരുന്നു. മിഡീവൽ ഇന്ത്യയിൽ മോസ്റ്റ്ലി മുഗൾ ആർക്കിടെക്ചർ അങ്ങനെ മുഗളിൻ്റെ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. അതിപ്പോൾ തൽക്കാലം ഞാൻ സ്കിപ്പ് ചെയ്തു. ഏറ്റവും ലാസ്റ്റ് പഠിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് മിഡീവൽ ഇന്ത്യ കമ്പാരിറ്റീവ്ലി വലിയ താല്പര്യമില്ലാത്ത ഏരിയ ആണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ കുറിച്യർ കലാപമായിരുന്നു. അത് ഞാൻ പലവട്ടം റിവൈസ് ചെയ്ത ഏരിയ ആയതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഞാനത് നോക്കിയില്ല. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ അയ്യങ്കാളി ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അയ്യങ്കാളി ആ ആൻസർ ഇപ്പം നമുക്ക് ശരിയായാൽ തന്നെ ഓപ്ഷനിൽ ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു അങ്ങനെ പലരെയും തന്നിട്ടുണ്ടാവും. അപ്പം നമ്മൾ അവരെയും കൂടി ആ ടൈമിൽ പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് റിവൈസ് ചെയ്യുന്ന പോലെ ഇരിക്കും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ UN ആയിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ടോപ്പിക്ക് വരുമ്പോഴത്തേക്കും ഇവനിപ്പോൾ ആ ക്വസ്റ്റ്യൻ ശരിയായ പോലും ആ ടോപ്പിക്ക് നമ്മൾ റിവൈസ് ചെയ്യുവാണെങ്കിൽ നമുക്കത് വീണ്ടും അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ വീണ്ടും നമുക്കത് റിവൈസ് ചെയ്യുന്ന പോലെ ആയിരിക്കും. ഞാനിങ്ങനെയാണ് പൊതുവെ PYQs യൂസ് ചെയ്യാറ്. ഇപ്പം നമുക്ക് ആൻസർ ശരിയായ പോലും നമുക്ക് തന്നെ മനസ്സിലാകുമല്ലോ. ഇപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ഞാൻ അറ്റംപ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൽ ഞാനൊരു 50% ഒന്ന് എഴുതിയിടും. കാരണം നമ്മൾ ഒരു 50% ഗസ്സാണ്. ഇപ്പോൾ ഓപ്ഷനിൽ 2 ഓപ്ഷനേ എനിക്ക് അറിയത്തുള്ളൂ. പക്ഷേ ഇപ്പം ആൻസറിൽ വരുമ്പോൾ അത് ശരിയാകുമായിരിക്കും. പക്ഷേ എല്ലായ്പ്പോഴും അത് ശരിയാവണമെന്നില്ലല്ലോ. ഇത്തവണ ശരിയായെന്ന് വിചാരിച്ച് അത് നമുക്കൊരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം നമ്മൾ എക്സാം ഓൾറെഡി എഴുതി പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എക്സാമിന് ഇരിക്കുമ്പോൾ ഇതൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റില്ലല്ലോ. നെഗറ്റീവ് പരമാവധി കുറയ്ക്കണം. പക്ഷേ വീട്ടിൽ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഗസ് എത്രത്തോളം വർക്കൗട്ട് ആവുന്നുണ്ടെന്നുള്ളത്. ഇപ്പോൾ ഗസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിന് ഞാൻ ഗസ് എന്ന് എഴുതിയിടാറുണ്ട്. ലോജിക്കൽ ഗസ് ആണെങ്കിൽ അങ്ങനെ, എലിമിനേഷൻ ആണെങ്കിൽ അങ്ങനെ.
എനിക്കിപ്പോൾ നിലവിൽ ഏറ്റവും മാർക്ക് കുറഞ്ഞ് കിടക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഞാൻ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ലാത്തത് ക്വസ്റ്റ്യൻസ് ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചറിൽ നിന്നാണ്. നിങ്ങളെല്ലാവരും ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ എങ്ങനെയാണ് പഠിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.